അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിഫായി ഷെയ്ഖരെ റിഫായി മാലയിലുള്ള ഒരു ലൈന്. ഇബ്ലീസ് അവരെ ചതിഫാനായി ചെന്നാരെ, ഇഫൽ നീ എന്നെ തുടരെന്ന് ചൊന്നോവർ, എങ്കിലോ നിന്നെ ഞാൻ അവല് മക്കാമതിൽ ആക്കുവാനെന്ന് കരുതി പറഞ്ഞോവർ. ഈ റിഫായി മാലയിലുള്ള ഈ ലൈൻ്റെ അടിസ്ഥാനത്തിൽ മടവൂർ ഷെയ്ഖുനാരെ ഒരു പാട്ടും ഇറങ്ങിത്ത്. വേണ്ടി വന്നാൽ ഇബ്ലീസും മടവൂരിൻ കൊടിയത് ചൂടും മോനെ ചൊല്ലൊരു പാട്ട് ഇറങ്ങിത്താമ്പ സകല സലഫി വഹാബിമാർ രംഗത്തേക്ക് വന്നാറ്. ഇതാ ഇബ്ലീസിനെ മുഅ്മിനാക്കിയാറ്, ഇബ്ലീസിക്ക് തൗബ ഉണ്ടുലാണ്ട് ഇവിടെ എതിർക്കു വന്ന വർഗ ഒന്ന് സലഫിരങ്ങ അങ്ങ പണ്ട് മുതലേ ഔലിയാക്കന്മാരെ വിരോധപക്ഷത്തിലുള്ള ഔലിയാക്കന്മാരെ എതിർത്തുള്ള ഈ ഇടയ്ക്ക് ഉസ്താദുമാരെ സ്പീച്ചിൽ നിങ്ങൾ കേട്ട ഇതേ ഫൈസൽ മൗലവി സലഫിര ആളാണ്. ഫൈസൽ മൗലവി ഈ ലൈൻ്റെ ഈ റിഫായി മാലയിലുള്ള ലൈൻ്റെ അടുത്തത് കളിയാക്കരുത്. റിഫായി ഷെയ്ഖറെ തുടർന്നെങ്കിൽ അവനുക്ക് തൗബ ഉണ്ടാവുണ്ട്, മുഅ്മിനാക്കു അവല് മക്കാമുക്ക് ഇബ്ലീസിന്റെ എത്തുപാട്ടുണ്ട് റിഫായി ഷെയ്ഖ് ചൊല്ലുണ്ട്. അതിലൊരു കളിയാക്കിയിട്ട് പരിഹസിച്ചിട്ട് ചൊല്ലുന്ന ഒരു ഭാഗം ഞങ്ങൾ കേട്ട അതേപോലത്തെ ഒരു സംഭവമാണ് മടവൂർ ഷെയ്ഖുനാർ ഒരു പാട്ട് വന്നത്. അതിനെ എതിർത്തത് വന്നുകൊണ്ടുള്ള ഒരു ടീം സുന്നി ലേബൽ സുന്നി ചൊന്തു ബൺത്ത് അങ്ങനെ ഉള്ള ആശയവും ആദർശവും എല്ലാം സലഫിരത് ഒന്നും ബാക്കിയില്ല. പല സലഫിര ആശയങ്ങളെ പിമ്പറ്റിത്താണ് ഈ വർഗം ഇപ്പോൾ വന്നുകൊണ്ടുള്ളത്. അതല്ല സലഫിരെ കാണ്ടി അപ്പുറത്തിരാറ് സലഫിരെ ഓവർടേക്ക് ಆಗಿತ್ತು, സലഫിരെ കാണ്ടി കടയായ വർഗായിത്ത് ഈ വർഗം മാറിയോണ്ടുണ്ടു. ഈ ഒരു വിഭാಗ ಸುನ್ನಿ ಚೊಳ್ಳ ಆಲ್ಮಾರ್ ಇಂಗ ಇದ್ರೆ ಎದುರ್ಕೋಗು ಬನ್ನಾರು ನೋಕರು. ಈ ಎದುರ್ಕೋಗು ಬಂತ ಮಡವೂರು ಶೇಖುನಾರ ವಿಷಯത്തിൽ ಎಂದ್ರೆ ಬಂತ ಅದರ ಎದುರ್ಕೋಗು ಎದುರಿലുള്ള ഒരു വർഗമാണ് ഈ വർഗം. മടവൂർ ഷെയ്ഖുന ഇബ്ലീസിനെ മുഅ്മിനാക്കു, വേണ്ടി വന്നാൽ ഇബ്ലീസും മടവൂരിൻ കൊടിയത് ചൂടും മോനെയുള്ള ഇബ്ലീസിനെ നന്നാക്കു മടവൂർ ഷെയ്ഖുനാക്ക് സാധ്യത ഉണ്ട്. ആ വിഷയത്തിൽ ചർച്ച തുടങ്ങിയത് ഞങ്ങളെ ഉസ്താദുമാർ ഇങ്ങനെ കിതാബുരെ തുറന്നിട്ട് കാട്ടിയാറ്. ഓരോ കിതാബും ആ കിതാബുരെ പേജടക്ക കുറേ കിതാബുരെ ഞങ്ങൾ ഉസ്താദുമാർ കാട്ടിയാറ്. അഹ്സനി ഉസ്താദ് പല വിശദീകരണങ്ങൾ അതിനെ വിശദീകരിച്ചിട്ട് ഒരു വസ്വാസവും ഇല്ലാതെ ക്ലിയറായിട്ട് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആൾമാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ നമുക്ക് ചൊന്തന്ത്. ഇതിൽ ഞങ്ങൾ മനസ്സിലാക്കണായ വിഷയം ഇബ്ലീസിക്ക് മുഅ്മിനാവകുള്ള സാധ്യത ഉണ്ടുണ്ടാണ് അതിൽ ചൊല്ലി. ഇബ്ലീസ് മുഅ്മിനായിട്ടില്ല, മുഅ്മിനാവകുള്ള സാധ്യത ഉണ്ട്, ചാൻസ് ഉണ്ട്. അത് അസംഭവ്യമായതോ മുഹാലായ സംഭവ അല്ല. ഇബ്ലീസ് മുഅ്മിനാവകുള്ള ചാൻസ് അല്ലാഹു തആല വെച്ചിര്. അതുകൊണ്ട് മുഅ്മിൻ ആയാണ്ടല്ല, പിന്നെ എന്തിനു വേണം? അതൊക്കെ ഒരു തൗഫീക്ക് വേണം. ആ തൗഫീക്ക് അവനക്ക് കിട്ടിയിട്ടില്ല, അള്ളാഹുടെ ഭാഗത്തിൽ നിന്നുള്ള ഒരു ഭാഗ്യം. ആ തൗഫീക്ക് ഇബ്ലീസിക്ക് കിട്ടാത്തത് കൊണ്ടാണ് അവന് മുഅ്മിനാവാത്തത്. അവനക്ക് തൗഫീക്ക് കിട്ടണമെങ്കിൽ അവന് തൗബ ചെയ്യണോണ്ട് ചൊല്ലി. തൗബ ചെയ്തെങ്കിലാണ് അവനക്ക് തൗഫീക്ക് കിട്ടിയത്. ആ തൗഫീക്ക് കിട്ടിയെങ്കിൽ ഇബ്ലീസ് എന്താവുക? മുഅ്മിനാവുക. തൗഫീക്ക് അവനക്ക് കിട്ടിയിട്ടില്ല. അവനക്ക് തൗബ ഉണ്ടുകൊണ്ടാണ് കിതാബിലെല്ലവും കാണ്ടതുണ്ട് ഞങ്ങളെ ഉസ്താദുമാർ ക്ലിയറായിട്ട് വിശദീകരിക്കാറ്. ആ തൗഫീക്ക് കിട്ടണമെങ്കിൽ ഒരു സ്പെഷ്യൽ ഇടപെടൽ വേണു. ഒരാളെ ഇടപെടൽ ഇപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഷയത്തിൽ ഹദീസിൽ കണ്ട് റസൂലുള്ളാഹി ചൊല്ലു എല്ലാരെ മുട്ടം ഒരു ശൈത്താനിക്കു നണ്ട മുട്ട ഇന്ന ശൈത്താൻ്റെ നാണ് മുസ്ലിമാക്കിയ അവന് മുസ്ലിമായ ഫഅസ്ലമ ഹദീസിൽ കാണ്ട വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ഇന്ന ശൈത്താൻ മുസ്ലിമായ ഷെയ്ത്താൻ ചെന്നെങ്ങാറ് ഇബ്ലീസിന്റെ സന്തതിയിൽപ്പെട്ടതല്ലേ, പിന്നെ ഔലാദിൽ ഇബ്ലീസ് അല്ലേ, ഇബ്ലീസിന്റെ സന്തതിയിൽപ്പെട്ട ആൾമാരാണ് ഷെയ്ത്താന്മാർ. ആ ഷെയ്ത്താന്മാർ എല്ലാ മനുഷ്യന്മാരെ മുട്ടയ്ക്കും റസൂലുള്ളാഹി ചൊല്ലു നണ്ട മുട്ട ഇന്ന ഷെയ്ത്താൻ മുസ്ലിമായ അവൻ്റെതാണ് മുസ്ലിമാക്കിയാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു. അപ്പോൾ ഷെയ്ത്താന് കടക്ക് മുസ്ലിമാവുള്ള സാധ്യത ഉണ്ടുണ്ടാണ് ഇവിടെ എല്ലാ കിതാബുൽ ഹദീസിലുള്ള പടിപാട്ട്. അത് മാത്രമല്ല ഞങ്ങൾ ഉസ്താദുമാർ അതിനെ ക്ലിയറായിട്ട് വിശദീകരിച്ചിരാറ്. നൂഹ് നബിയുടെ വിഷയം, മൂസാ നബിയുടെ വിഷയവും, മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ സംഭവം, റിഫായി ഷെയ്ഖിന്റെ സംഭവം ക്ലിയറായിട്ട് അതിനെ പടിപ്പടിയായിട്ട് വിശദീകരിച്ച് വെച്ച ഒന്നാണ് ഈ വിഷയത്തിലുള്ള ചർച്ചകളെല്ലാം. ഇപ്പം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുട്ട ഇബ്ലീസ് ബന്ത് കേട്ട നാൻ എന്തിരാക്കണു? അപ്പ നൂഹ് നബി ചൊല്ലു തത്തൂബ്, നീ തൗബ ചെയ്. തൗബ ചെയ്തെങ്കിൽ നിക്ക് എന്താക്കുക, നിൻ്റെതാണ് സ്വീകരിക്കാനായിട്ടാണ് നൂഹ് നബി ചൊല്ലി. അപ്പം അള്ളാഹുരൊട്ടിക്ക് നിങ്ങൾ കേൾക്കറു നക്ക് തൗബ ഉണ്ടാണ്ട്. അപ്പം അള്ളാഹു താല അറിയിച്ചു കൊടുക്കറു ഫൗഹല്ലാഹു ഇലൈഹി, നൂഹ് നബി അലൈഹി സ്വലാമുക്ക് അള്ളാഹു താല തെരിപ്പാട്ടി കൊടുക്കറു എന്തിരെ അവനുക്ക് തൗബ ഉണ്ടു. തൗബ എന്തിരെ അന്ന തൗബതഹു അൻ യസ്ജുദ ലിഖബ്രി ആദം, ആദം നബിയെ ഖബറുക്ക് സുജൂദ് ചെയ്തെങ്ക അവൻ്റെ തൗബ നാണ് സ്വീകരിക്കുക എങ്കിൽ അവനക്ക് എന്താവാ? മുഅ്മിനാവാ. ആ രൂപത്തിലാണ് ആ സംഭവം നടക്കുക, ആ ഒരു ഘട്ടന നടക്കുക. അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാം എന്തിനു ചൊല്ലേ? ഇബ്ലീസിക്ക് തൗബ ഉണ്ടു. ഇത് ആര് ചൊന്ന പലക്ക? അള്ളാഹു താലമേ ചൊല്ലേ.
അള്ളാഹു താലമേ ചൊന്നിട്ടുള്ളേ അന്ന തൗബതഹു അൻ യസ്ജുദ ലി ഖബ്രി ആദമ. ആ ഇബ്ലീസരെ തൗബ ചൊന്നെങ്കിൽ ആദം നബിരെ ഖബർക്ക് സുജൂദ് ചെയ്യണവണു എന്നെങ്കിൽ അവനക്ക് തൗബ ഉണ്ടു. തൗബ ഇന്നെങ്കിൽ അവൻ എന്താവാ മുസ്ലിമായിട്ട് മടങ്ങുവാണ്ടാണ് അള്ളാഹു താല ചൊല്ലെ. അവനക്ക് ആ തൗഫീക്ക് കിട്ടിയിട്ടില്ലാണ്ട് മാത്രം, ആ തൗഫീക്ക് കിട്ടിയിട്ടില്ല, തൗബ ചെയ്യുകയുള്ള തൗഫീക്ക് അവനക്ക് കിട്ടിയിട്ടില്ല, മുഅ്മിനാവുള്ള തൗഫീക്ക് അവനക്ക് കിട്ടിയിട്ടില്ലാണ്ട് മാത്രം. അപ്പം അവനക്ക് തൗബ ഉണ്ടാക്കിയിട്ടെങ്കിൽ അവനക്ക് തൗബ ഉണ്ട്. അതാണ് റിഫായി ഷെയ്ഖ് റിഫായി മാലയിൽ ചൊല്ലെ, ഇബ്ലീസ് അവരെ ചതിഫാനായി ചെന്നാരെ ഇഫൽ നീ എന്നെ തുടരെന്ന് ചെന്നോവർ ഇപ്പം നീന് നന്റെ തുടര്. ഇബ്ലീസ് റിഫായി ഷെയ്ഖരെ മുട്ട ചതിക്കോവനായിട്ട് പോയ അപ്പം ഇബ്ലീസരെ റിഫായി ഷെയ്ഖ് ഗൊന്തില്ലാതിക്കുക. റിഫായി ഷെയ്ഖുകളുടെ നീന് ഇബ്ലീസ് അല്ലേ, നന്റെ മുട്ടെന്നും ഈ ചതിയൊന്നും കൊണ്ടുവരണ്ട, ഇപ്പം നീ എൻ്റെ തുടരെ നീന് ഇഫൽ നീ എന്നെ തുടരെന്ന് ചൊന്നവർ ഇപ്പം നീ നന്റെ തുടർന്നെങ്കിൽ നന്റെ നീന് സ്വീകരിച്ചെങ്കിൽ നിന്നെ ഞാൻ അവല് മക്കാമതിൽ ആക്കുവാനെന്ന് കരുതി പറഞ്ഞവർ. നിന്റെ നാണ് ഫസ്റ്റ് നീനെ അങ്ങനെ ഇന്നെ ആ മലക്കുമാരെ ലീഡറായിട്ട് നേതാവായിട്ട് ഇന്നല്ലേ അസാസിയിൽ ചൊന്തു വലിയൊരു പേരല്ല ഇബ്ലീസ് ഇന്തിട്ട് നമുക്ക് കിതാബിൽ കാണാൻ സാധ്യമാവും. അപ്പം നിന്റെ അവല് മക്കാമുക്ക് നാൻ എത്തുപാട്ടേണ്ട്, നിന്റെ ആദ്യത്തെ മക്കാമു മലക്കുമാരെ ലീഡറായിട്ട് ആ മക്കാമുക്ക് നാൻ എത്തുപാട്ടേണ്ട് ആറ് ചൊന്നിട്ടുള്ളേ, റിഫായി ഷെയ്ഖ് ചൊന്നിട്ടുള്ളേ. അപ്പം ഈ വർഗം നോക്കറു ഇതിനെ നിഷേധിക്കുക ബന്ത്. ഇപ്പം റിഫായി ഷെയ്ഖറെ നിഷേധിക്കണ്ടേ, റിഫായി മാലരെ നിഷേധിക്കണ്ടേ. സുന്നത്ത് ജമാഅത്ത് വേർതിരിയുടെ ജാഗയാണ് മാല മൗലിദ് ചൊല്ലത്. മഹാന്മാരെ മഷായിഹമാരുള്ള ബന്ധത്തെ ആ ജാഗയിലാണ് സലഫി രംഗവും സുന്നി രംഗവും വേർതിരിയുടെ ജാഗ. ഇപ്പം ഈ വർഗം നോക്കറു സുന്നി ലേബലിൽ പണ്ട് ഈ സലഫി ആശയത്തെ തലയിൽ നിറച്ച ആൾമാരെ നോക്കറു ഇങ്ങ ബന്ത് എത്തിരെ റിഫായി ഷെയ്ഖറെ റിഫായി മാലരെ എതിർക്കുകയും അതുപോലെ നൂഹ് നബി അലൈഹി സ്വലാം ചൊന്ന ഒരു ഹദീസിൽ വന്ന ഒരു സംഭവം അള്ളാഹു താലവരമേ എതിർക്കുകയാണെങ്കിൽ വന്നോണ്ടുള്ളേ. അള്ളാഹു താലമേ ചൊല്ലെ അന്ന തൗബതഹു അവനക്ക് തൗബ ഉള്ളത് അൻ യസ്ജുദ ലി ഖബ്രി ആദം, അവനക്ക് തൗബ ഉണ്ടു. ആ തൗബ എന്തിരെ ആദം നബിരെ ഖബർക്ക് സുജൂദ് ചെയ്യണോ ചൊല്ലറു തൗബ അവനുകുണ്ടു. ആ തൗബ അവനാക്കിയെങ്കിൽ അവനക്ക് മുസ്ലിം ആവുകളുടെ ചാൻസ് ഉണ്ട്. അതെന്തും മുഹാലല്ല, അസംഭവ്യല്ല, സാധ്യത ഇല്ലാത്തതൊന്നല്ല. അവനക്ക് മുഅ്മിനാവുകളുടെ എല്ലാ സാധ്യതയുമുണ്ട്. അതൊരു തൗഫീഖ് വേണു. ആ തൗഫീഖ് അവനക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടണമെങ്കിൽ സ്പെഷ്യൽ ഇടപെടൽ വേണു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നെ നണ്ടൊട്ടികളുടെ ഷെയ്ത്താൻ്റെ നാണ് മുസ്ലിമാക്കിയ മുസ്ലിമായവണു കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നെ. അതാണ് റിഫായി ഷെയ്ഖ് ചൊല്ലെ ഇപ്പോൾ നീ എന്നെ തുടരെന്ന് ചെന്നവർ എങ്കിലോ നിന്നെ ഞാൻ അവല് മക്കാമതിൽ ആക്കുവാനെന്ന് കരുതി പറഞ്ഞവർ ഉണ്ട് റിഫായി ഷെയ്ഖ് ചൊല്ലതും. അപ്പോൾ അവനക്ക് തൗബ ചൊല്ലത് അവിടെ ബാക്കിയുണ്ട്, പക്ഷെ അവനക്ക് തൗഫീക്ക് കിട്ടിയിട്ടില്ലാണ്ട് മാത്ര. അപ്പോൾ ഈ വിഷയത്തെ വിവാദാക്കൊണ്ട് എന്തില്ല, സലഫിരങ്ങ പണ്ടേ വിവാദാക്കുന്ന ആൾമാർ. പക്ഷെ ഈ സുന്നി ചൊല്ല ആൾമാർ നോക്കറു സലഫിരെ കാണ്ടി കടയാറ് ഈ വർഗ മഹാന്മാരെ മഷായിഹമാരെ എതിർക്കരെ എല്ലാ രൂപത്തിലും അവങ്ങളെ കളിയാക്കിടെ പരിഹസിക്കരെ ഒരവസ്ഥയ്ക്ക് അങ്ങ് എത്തിയാറ്. അള്ളാഹു താല ഖുദ്സിയായ ഹദീസിൽ ചൊന്നതല്ലേ മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. നണ്ട് വലിയൊരൊട്ടിക്ക് ആരെങ്കിലും ശത്രുത വെച്ചെങ്കിൽ അവനൊട്ടിക്ക് നാണ് യുദ്ധം പ്രഖ്യാപിച്ചിരാണ്ട് അള്ളാഹു താല ചൊന്നത്. എത്ര ഗൗരവമുള്ള വിഷയ. ഈ മഹാന്മാരെ മഷായിഹന്മാരെ നിഷേധിച്ചോണ്ടും കളിയാക്കിയോണ്ടും നടന്നെങ്കിൽ അങ്ങനെ അന്തിമ ആക്കിബത്ത് വലിയ കഷ്ടമാണ്, വലിയ ഡേഞ്ചറാണ് എന്നിട്ട് ഞങ്ങൾ ഇതിൽ മനസ്സിലാക്കണു. അള്ളാഹു താല മഷായിഹന്മാരെ തനിലായിട്ട് മദദിലായിട്ട് ഹിഫുലായിട്ട് ജീവിക്കുകയും മരിക്കുകയും അങ്ങനെ എല്ലാ രൂപത്തിലുള്ള മദത് അള്ളാഹു താല ഞങ്ങൾക്ക് തരട്ട് മാത്ര ചൊന്തു നിപ്പാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.